ഈശോയുടെ എന്റെ സ്വന്തം കൂട്ടുകാരെ, ഞാനിങ്ങനെ ജോസ്. ഇന്നെന്റെ കൂടെ എന്റെ അപ്പയും എന്റെ അടിയും ജോപ്പച്ചനുമാണ്. പരിശുദ്ധാത്മാവിന്റെ പാട്ട് പഠിക്കണം ആരംഭിക്കാം അല്ലേ? പാടാം ജോപ്പച്ച. ആത്മാവേയും പറഞ്ഞത് മതി അല്ലേ? ആത്മാവാന്റെയും സ്തുതിച്ച് പ്രാർത്ഥിച്ചാലോ? പ്രാർത്ഥിക്കാവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹല്ലേലൂയ. ആവേ മരിയ. നമ്മൾ കുറച്ചു ദിവസമായല്ലേ കൂട്ടുകാരത്ത് വന്നിട്ടല്ലേ? കഴിഞ്ഞ ദിവസമൊക്കെ മഴയായിരുന്നു. കഴിഞ്ഞ ദിവസം മഴയായിരുന്നു കൂട്ടുകാർ. അതുകൊണ്ടാണ് ഞങ്ങള് കൂടി മഴയായിരുന്നു, അതുകൊണ്ടാണ് ചെയ്യാതിരുന്നേ. അതെ കൂട്ടുകാരെ, ഈസ്റ്റർ ദിവസം ഞങ്ങള് ഈ ദിവസങ്ങളെല്ലാം ഞങ്ങൾ പ്രവാസം ശ്രമിച്ചിരുന്നു. പക്ഷെ ഈസ്റ്റർ ദിവസം ഞങ്ങൾ റെക്കോർഡ് തന്നെ ചെയ്തതാണ്. ഒരു പകുതി മുക്കാൽ ഭാഗമായപ്പോഴേക്കും വലിയ മഴ വന്നേ, ഭയങ്കര സ്വരമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞങ്ങളത് നിർത്തിവെക്കുകയാണ് ചെയ്തത്. കുറച്ചുകൂടി അല്ലെ അടുപ്പിച്ചടുപ്പിച്ച് വരാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? കൂട്ടുകാരെ, ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് കൈകാര്യം ചെയ്യുന്നത്. നിങ്ങൾ തന്നെ പ്രാർത്ഥനാപൂർവ്വം കേൾക്കണം. മാത്രമല്ല അനേകരിലേക്ക് ഇത് ഷെയർ ചെയ്യണം. പ്രത്യേകിച്ച് കൊച്ചു കൂട്ടുകാർക്ക് വിശുദ്ധ ബൈബിളിന്റെ തുടക്കം മുതൽ ഈശോയുടെ 2ാം വര വരെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പങ്കുവയ്ക്കപ്പെടുന്നത്. ഒത്തിരി ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഇമാകളുടെയാണ് നമുക്കത് പറഞ്ഞു തരുന്നത്. വിശുദ്ധ ബൈബിളിന്റെ തുടക്കം തൊട്ട് ഈശോ 2ാം വര വരെയുള്ള കാര്യങ്ങൾ അത് സ്റ്റെപ്പായിട്ട് ഇമാകളൊക്കെ പറഞ്ഞു തരും. വളരെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് കേൾക്കാം. എല്ലാവരും പ്രത്യേകിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി കൃഷ്ണതയോടെ ദാഹിച്ചത് കേൾക്കണേ. നമുക്ക് ആരംഭിക്കല്ലേ മക്കളുടെ? ഹല്ലേലൂയ. ആവേ മരിയ. ആരംഭിക്കാം ജോപ്പച്ച. ചെയ്യാവേ. ഓക്കെ. ആദ്യമായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിളിന്റെ ആ തുടക്കത്തിലേക്ക് വരാം. നമ്മുടെ ചുറ്റും കാണുന്ന ഈ എല്ലാ കാര്യങ്ങളും ആരാണ് ഇമ്മാക്കുള്ള സൃഷ്ടിച്ചത്? ദൈവമാണ് എല്ലാം സൃഷ്ടിച്ചത്. ആ ദൈവം ആരാണ്? പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആരാണ് ജോപ്പ? ഹല്ലേലൂയ. ദൈവം അല്ലേ? ദൈവം ആർക്ക് വേണ്ടി ഇതെല്ലാം സൃഷ്ടിച്ചത്? മനുഷ്യർക്ക് വേണ്ടി. എല്ലാ മനുഷ്യർക്കും വേണ്ടിയാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് അല്ലേ? അല്ലേ?
ദൈവം ആദ്യം സൃഷ്ടിച്ച മനുഷ്യൻ ആരായിരുന്നു? ആദം. ആദം. ഹവയെ സൃഷ്ടിച്ചു. ആദ്യം സൃഷ്ടിച്ചത് ആദത്തെ ആയിരുന്നു. അപ്പൊ ദൈവം നോക്കിയപ്പോ ആദം തന്നെ ഉള്ളൂ. ആദം തന്നെ ഉള്ളപ്പോ ആദത്തിനകപ്പാടെ ഒരു ബുദ്ധിമുട്ടായിരിക്കും ദൈവത്തിന് തോന്നി. അപ്പൊ ദൈവം ഒരാളെ കൂടെ സൃഷ്ടിച്ചു. അതാരെയായിരുന്നു? അറിയാപ്പ ഹവയെ സൃഷ്ടിച്ചു. അത് ദൈവം ഹവയെ എങ്ങനെയാ സൃഷ്ടിച്ചത്? ആദത്തിന്റെ ആരിയുടെ എല്ലെടുത്ത ഹവ്വനെ ഉണ്ടാക്കി സൃഷ്ടിച്ചു. ആദത്തെ ഉറക്കി കിടത്തിയിട്ട് ആദത്തിന്റെ വാരിയലിൽ നിന്ന് ഹവയെ സൃഷ്ടിച്ചു. അങ്ങനെ രണ്ടുപേരും, അങ്ങനെ സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു. എന്നിട്ട് ദൈവം അവരെ എവിടെയാക്കിയത്? എവിടെയാക്കി? പർദീസയിലാക്കി കഴിഞ്ഞിട്ട് അപ്പോൾ അവർക്ക് എല്ലാ കാര്യങ്ങളും ദൈവം അവർക്ക് കൊടുത്തു. എന്നിട്ട് ദൈവം അവർക്കൊരു കൽപ്പന കൊടുത്തു. ദൈവം എന്താ കൽപ്പന അവർക്ക് കൊടുത്തത്? കൂട്ടുകാർ പറഞ്ഞു കൊടുത്തത്, ഈ തോട്ടത്തിന്റെ എല്ലാ ഫലം തിന്നോളൂ, ഈ തോട്ടത്തിന്റെ ഒരു വൃക്ഷം നിങ്ങൾ തിന്നരുത്. ഒരു വൃക്ഷത്തിന്റെ ഫലം മാത്രം നിങ്ങൾ തിന്നരുതെന്ന് പറഞ്ഞല്ലേ? തിന്നു കഴിഞ്ഞാലോ? തിന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിച്ചു പോകുന്നു പറഞ്ഞു. ആ വൃക്ഷത്തിന്റെ പേരെന്തായിരുന്നു? ആ വൃക്ഷത്തിന്റെ ദൈവങ്ങളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം. എന്നിട്ട് അവരത് ദൈവം പറഞ്ഞ കേട്ടോ? ഇല്ല. എന്ത് പറ്റി അവർക്ക്? അത് സാത്താൻ അവരെ പറഞ്ഞു, നിങ്ങൾ കഴിച്ചാൽ നല്ല നന്മയായിരിക്കും എന്ന് പറഞ്ഞു. ദൈവത്തെ പോലെ ദൈവത്തെ പോലെ ആകും. ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞു. സാത്താൻ ആരുടെ രൂപത്തിലാവുന്നേ? പാമ്പിന്റെ രൂപത്തിൽ വന്ന് അവരെ ഇങ്ങനെ പ്രലോഭിപ്പിച്ചു. എന്നിട്ട് പറിച്ചു തിന്നു. ആദ്യം പറിച്ചു തിന്നത് ഹവ്വ പറിച്ചു തിന്നു. എന്നിട്ട് ആർക്ക് കൊടുത്തു? ആദത്തിന് ഹവ്വയ്ക്ക് കൊടുത്തു. എന്നിട്ട് ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചു. പിന്നെ ദൈവം കുറച്ച് കഴിഞ്ഞപ്പോ ദൈവം എവിടേക്ക് വന്നപ്പോ അവർ പേടിച്ചു കൊണ്ട് അവർ എവിടേക്ക് പോയി? നമ്മുടെ ഒരു മരത്തിന്റെ ചോട്ടിങ്ങനെ ഒളിച്ചു നിന്നു. ഒരു മരത്തിന്റെ ചോട്ടിൽ ഒളിച്ചു നിന്നു. പേടിച്ചു പോയി അല്ലേ? പേടിച്ചു പോയി. അവർ നന്നരായതുകൊണ്ട് അവർ പേടിച്ചോടി. നന്നരായതല്ലേ പേടിച്ചു? അവർ പോയി എന്ത് ചെയ്തു? അവരുടെ വസ്ത്രപാട്ടൊക്കെ എന്താ കൊടുത്തത്? ഇല പറിച്ചു കൊടുത്തല്ലേ? അവർക്ക് ഉടുപ്പൊന്നുമില്ല. അപ്പൊ ദൈവം വന്ന് എന്ത് പറഞ്ഞു? ദൈവം എന്താ ചോദിച്ചു? നിങ്ങൾ എവിടെയാണ്? നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചല്ലേ? അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾക്ക് നഗ്നരായതുകൊണ്ട് ഒളിച്ചിരിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ അവസാനമൊക്കെ അങ്ങനെയൊക്കെ സംസാരം എല്ലാം കഴിഞ്ഞ് ദൈവം എന്നാലും ദൈവം പാവമായതുകൊണ്ട് നല്ല ദൈവമായിരിക്കുന്നതുകൊണ്ട് ദൈവം അവർക്ക് ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു അല്ലേ? രക്ഷകനെ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനത്തിൽ ഒരു രക്ഷകനെ വാഗ്ദാനം ചെയ്തു. ഒരു സ്ത്രീയിൽ കൂടി ജനിക്കുന്ന ഒരു സന്തതി ഈ സർപ്പത്തിന്റെ തല തകർക്കും. അങ്ങനെ ഈശോ അല്ലേ? നമ്മുടെ ഈശോയെ കുറിച്ചല്ലേ പറയുന്നത്? ദൈവം എന്ത് ചെയ്തു? ആദ്യത്തെ ഹവ്വ എന്ത് ചെയ്തു? ആദ്യത്തെ ഹവ്വ ദൈവം എന്ത് ചെയ്തു? അവരെ പർദീസയിൽനിന്ന് പുറത്താക്കി. എന്നിട്ട് അങ്ങനെ ആദ്യ ഹവ്വയും പർദീസയിൽനിന്ന് പുറത്താക്കി. അപ്പോൾ അവർക്ക് ഫ്രൂട്ടോ അങ്ങനെയൊന്നും ഇല്ലേ? അവർക്ക് പുറത്തിറങ്ങിയിട്ട് ഇനി അവരിനി അധ്വാനിച്ചെല്ലാം ഉണ്ടാകും. നേരത്തെ അധ്വാനിക്കാൻ വേണ്ടായിരുന്നു. അവർക്ക് എല്ലാം അങ്ങനെ ഫ്രീ ആയിരുന്നു. ഓക്കെ. അതിനുശേഷം പിന്നീട് സംഭവിച്ചത് ഈ ആദത്തിന് ഹവ്വായ്ക്കും 2 മക്കളുണ്ടായി. ജോപ്പ അവരുടെ പേര് ജോപ്പ അറിയാവോ? അതാ രണ്ടുപേര്. ആദത്തിന്റെ ഹവ്വയുടെ മക്കളുടെ പേരെന്താണ്? കായേനും ആബേലും. എന്നിട്ട് ഇവർ ഒരു ദിവസം ഒരു ബലി അർപ്പിച്ചു അല്ലേ ദൈവത്തിന്? ആരുടെ ബലിയിലാ ദൈവം സംപ്രീതനായത്? ആരുടെ ബലിയാ ദൈവത്തിന് ഇഷ്ടപ്പെട്ടത്? ആരാ നല്ല ബലി അർപ്പിച്ചത്? ആബേല്. അത് ആബേലിന്റെ ബലി ദൈവത്തിന് ഇഷ്ടപ്പെടുന്ന പറഞ്ഞപ്പോ കായൻ എന്ത് തോന്നി? കായന് ദേഷ്യം വന്നു. കായൻ തോന്നി, കായൻ പറഞ്ഞു ആബേലിനോട് എന്റെ വിളി ദൈവം സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ വഴക്കുണ്ടാക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്തു? കായൻ ആബേലിനെ ഒറ്റ അടിച്ചു കൊന്നു കളഞ്ഞു. അങ്ങനെ ഇങ്ങനെ കൊലപാതകമൊക്കെ അല്ലെ, പാവങ്ങളെല്ലാം ലോകത്തുണ്ടായി അല്ലെ? ഇങ്ങനെ പാവങ്ങളെല്ലാം ഉണ്ടായി. കഴിഞ്ഞ ലോകത്ത് മുഴുവൻ ഇങ്ങനെ പാവങ്ങൾ ഒത്തിരിയേറെ ഉണ്ടായ സമയത്ത് ദൈവം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? ലോകത്തെ ഒത്തിരി പാവം ഉണ്ടായ സമയത്ത് ദൈവം എന്ത് തീരുമാനിച്ചു?
ഈ ലോകം നശിപ്പിക്കാൻ. ഈ ലോകത്തെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. ഈ ലോകത്തുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചു അല്ലേ? അപ്പൊ അതിനുവേണ്ടി എന്താ ചെയ്യാൻ ദൈവം ആഗ്രഹിച്ചേ? ദൈവം എങ്ങനെയാ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചേ? ഒരു മനുഷ്യനെ വെച്ചിട്ട് അവരെല്ലാം കൂടെ ഒരു പെട്ടകത്തിന് പെട്ടകം ഉണ്ടാക്കിയത് എന്തൊരു സംഭവം? പെട്ടകം ഉണ്ടായത് വേറെ. എന്തിനാ പെട്ടകം ഉണ്ടാക്കി? അതോ അത് ഇവിടെ അല്ല, ഇവര് മുങ്ങിപ്പോകും. എങ്ങനെയാ മുങ്ങിപ്പോകുന്നത്? എന്തിനകത്ത് മുങ്ങിപ്പോകുന്നത്? വെള്ളത്തിന്റെ അകത്ത്. അതായത് ദൈവം വലിയൊരു പ്രളയം അയക്കാൻ തീരുമാനിച്ചു. വലിയൊരു പ്രളയം, വലിയ ഒത്തിരി മഴ പെയ്ത് ഈ ഭൂമി മുഴുവൻ അല്ലേ വെള്ളം നിറഞ്ഞു. അപ്പൊ അത് അപ്പൊ ആ സമയത്ത് ദൈവം നീതിമാനായ ഒരു മനുഷ്യനെ എല്ലാരും പാവം ചെയ്യാൻ നീതിമാനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ആരായിരുന്നു അത്? നോഹ. അപ്പൊ ദൈവം അവന് ആനെ കണ്ടതല്ലേ? അപ്പൊ ദൈവം ഇങ്ങനെ നോഹയെ രക്ഷിക്കാൻ തീരുമാനിച്ചു. എങ്ങനെയാ രക്ഷിക്കാൻ തീരുമാനിച്ചു? ഒരു പെട്ടകം ഉണ്ടാക്കിയിട്ട് ആ പെട്ടകം വഴിയായിട്ട് നോഹ രക്ഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു അല്ലേ? അത് കഴിഞ്ഞ് ഒരു പ്രളയം വഴിയായിട്ട് ദൈവം ലോകത്തെ ശുദ്ധീകരിക്കാൻ തീരുമാനിച്ചു. നോഹയോട് പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. നോഹ പെട്ടകം ഉണ്ടാക്കി. അതിന്റെ പെട്ടകത്തിൽ ആരൊക്കെയാ കയറുന്നത്? നോഹയുടെ വൈഫും നോഹയുടെ കുട്ടികളും പിന്നെ അവിടെ സകല ആനിമകളും എല്ലാവിധ ജന്തുക്കളെ അല്ലെ? ജോഡികളായിട്ടല്ലേ? അത് കഴിഞ്ഞ് അതായത് ഇത് പിന്നീട് അത് കഴിഞ്ഞ് പിന്നെ പ്രളയം ആരംഭിച്ചു അല്ലെ? വലിയ മഴ ആരംഭിച്ചു, വലിയ പ്രളയം ആരംഭിച്ചു. എത്ര ദിവസം ഉണ്ടായിരുന്നു ഈ പ്രളയം? 40 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു ഈ പ്രളയം. 40 ദിവസത്തേക്ക് ഉണ്ടായിരുന്നു. വെരി ഗുഡ്. 40 പകലും 40 രാത്രിയും അല്ലേ? അപ്പ ഈ മഴ അതെ. എന്നിട്ട് ഇങ്ങനെ മഴ പെയ്ത് ദിവസം മുഴുവൻ പ്രളയത്തിൽ കൂടി എന്നിട്ട് പെട്ടെന്ന് ഒഴുകി നടന്നു. അവസാനം പ്രളയം അവസാനിച്ചു. ഒരു കുന്നിന്റെ മുകളിൽ പോയി പെട്ടെന്ന് ഇങ്ങനെ ഉറച്ചു തന്നു അല്ലേ? അത് കഴിഞ്ഞ് ഇതെല്ലാം കഴിഞ്ഞപ്പോ എല്ലാരും പുറത്തു വന്നു. എല്ലാരും പുറത്തേക്ക് ഇറങ്ങി പോയി. അത് കഴിഞ്ഞ പിന്നീട് ഇതെല്ലാം പിന്നീട് പിന്നെ ഈശോ അല്ല, നമ്മുടെ നോഹ ഒരു കാക്കേനെ അങ്ങോട്ട് കാക്കയെ അയക്കുന്നുണ്ട്, പ്രാവിനൊക്കെ അയക്കുന്നുണ്ട് അല്ലെ? ഞാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി കൂട്ടുകാർ എന്നിട്ട് പോയി ഇതിനെല്ലാം ഇറക്കി വിട്ടു. ഇതെല്ലാം പിന്നെ ഒത്തിരിയേറെ വീണ്ടും വളർന്നു വന്നു. എല്ലാം മനുഷ്യർ വളർന്നു വന്നു. ഒത്തിരി മനുഷ്യരായി. ലോകത്ത് വീണ്ടും ഒത്തിരി പാവങ്ങളായി. അങ്ങനെ ഈ സമയത്ത് ദൈവവിധ നമ്മുടെ രക്ഷകനായ ഈശോയെ ഭൂമിയിലേക്ക് അയക്കാൻ വേണ്ടി ദൈവം എല്ലാം പദ്ധതികൾ തയ്യാറാക്കുകയാണ്. അങ്ങനെ ഇരിക്കെ ദൈവം ഒരു മനുഷ്യനെ പ്രത്യേകം വിളിച്ചു. ആ മനുഷ്യന്റെ പേരെന്തായിരുന്നു? അബ്രഹാം. അതെ 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 അബ്രഹാം. കേട്ടിട്ടില്ലേ? അബ്രഹാം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അബ്രഹാത്തിന്റെ ഭാര്യയുടെ പേരെന്തായിരുന്നു? സാറ. എന്തായിരുന്നു പേര്? സാറ. പക്ഷെ അവർക്ക് ഒരു പ്രായമുള്ള മനുഷ്യർ, അവർക്ക് കുട്ടികളില്ലായിരുന്നു. അവർക്ക് പ്രായമായിരുന്നു, അവർക്ക് കുട്ടികളില്ലായിരുന്നു. എന്നിട്ട് ദൈവം അബ്രഹാത്തെ വിളിച്ച് പറഞ്ഞു, നീ നിന്റെ നാടും നിന്റെ കുടുംബക്കാരെല്ലാം വിട്ടിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് പോവുക. അതിൽ നീ എല്ലാം വിശ്വാസപൂർവ്വം അനുസരിക്കുകയാണെങ്കിൽ നിനക്ക് ഒത്തിരി സമൃദ്ധി ഉണ്ടാകും. നിന്നെ ഞാൻ ഒത്തിരിയേറെ വലിയ ജനതയാക്കി മാറ്റുന്നൊക്കെ പറഞ്ഞു. അബ്രഹാം എല്ലാം അനുസരിച്ചു. അതുകൊണ്ട് നമ്മൾ അബ്രഹാത്തെ വിളിക്കുന്നത് വിശ്വാസികളുടെ പിതാവെന്നാണ് വിളിക്കുന്നത്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞ പോലെ തന്നെ അബ്രഹാമിന് കുട്ടി ഉണ്ടായി. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? ഇസഹാക്ക്. എന്താ കുട്ടിയുടെ പേരായിരുന്നു? ഇസഹാക്ക് എന്നായിരുന്നു കുട്ടിയുടെ പേര്. ഇസഹാക്ക് ഉണ്ടായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവം അബ്രഹാത്തെ ഒന്ന് പരീക്ഷിക്കാൻ തീരുമാനിച്ചു. എന്താ പരീക്ഷിക്കാൻ തീരുമാനിച്ചത്? അബ്രഹാമിന് മാത്രമേ ഒത്തിരി ദൈവത്തോട് ഇച്ചിരി സ്നേഹമേ ഉള്ളായിരുന്നു. ചിലപ്പോൾ ആലോചിക്കല്ല. ദൈവം നോക്കുക, നീ അങ്ങനെ എങ്ങാനുവേ ഒത്തിരി മക്കളില്ലാതെ ഒത്തിരി നാളിന് ശേഷം ഒരു കുട്ടി ഉണ്ടായതല്ലേ, ഞാൻ അറിയാതെ എങ്ങാനും ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം ഇസഹാക്ക് ഉണ്ടാകുന്ന ടെസ്റ്റ് നടത്താൻ തീരുമാനിച്ചു. ഒരു പരീക്ഷ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. എന്താ എങ്ങനെയാ ദൈവം പരീക്ഷിച്ചത്? എന്ത് ചെയ്യാൻ പറഞ്ഞു? ഒരു മലയിൽ പോയി ഈ കുട്ടീനെ കൊല്ലാൻ പറഞ്ഞു. ബലി കഴിയാൻ പറഞ്ഞു. ആ മലയുടെ പേര് ഓർമ്മയുണ്ടോ? മോറിയാമല. അവിടെ ചെന്നതിന് ശേഷം അബ്രഹാം എന്തൊക്കെ ചെയ്തു? ഈ സാഗരം കൊണ്ടുപോയി എന്തൊക്കെ ചെയ്ത്? അവിടെ പോയി അവിടെ കൊണ്ടുപോയി വിറകൊക്കെ പിന്നെ ഇസാഖിന്റെ പുറത്ത് കെട്ടി വെച്ച് അവിടെ എത്തി
അതിനുശേഷം ബലിപീഠം ഉണ്ടാക്കി അവിടെ കയറ്റി കിടത്തി. എന്നിട്ട് കൊന്നോ? ബലി കഴിച്ചോ? കഴിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ദൈവം പറഞ്ഞു നീ കൊല്ലണ്ടെന്ന്. ദൈവം പറഞ്ഞു പിന്നെ നിന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്യായിരുന്നു, എനിക്ക് മനസ്സിലായി നീ ഞാൻ പറയുന്നതല്ല അനുസരിക്കുന്നത് മനസ്സിലായത് കൊണ്ട് ബലി കഴിക്കണ്ടെന്ന് പറഞ്ഞു. പക്ഷെ പകരം എന്തിനാ ബലി കഴിച്ചല്ലോ അബ്രഹാം? എന്തിനാ ബലി കഴിച്ചേ? ഒരു ആട്ടിൻകുട്ടിയെ ബലി കഴിച്ചു അല്ലേ? അതായത് അവിടെ മുൾപ്പണർപ്പില് ഒരു ആട്ടിൻകുട്ടി കിടപ്പുണ്ടായിരുന്നു, അതിനെ എടുത്തുകൊണ്ട് അതിന് ഈശോയുടെ പ്രതീകമായിരുന്നു. നമ്മുടെ ഈശോ ഭാവി നമുക്കറിയാലോ, ഈശോ അവസാനം പിലാത്തോസിന്റെ ഒക്കെ അടുത്ത് തലയിൽ മുൾമുടിയൊക്കെ ധരിച്ചല്ലേ നിൽക്കുന്നേ. ആട്ടിൻകുട്ടിയെ കൊണ്ടുപോയി ബലി കഴിച്ചു. അങ്ങനെ അബ്രഹാം, നമ്മുടെ പിതാവായ അബ്രഹാം ദൈവം പറയുന്ന പോലെയൊക്കെ അനുസരിച്ച് ദൈവം ഇഷ്ടപ്പെട്ട് അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞാൽ അബ്രാഹത്തിന്റെ കാലം കഴിയാറായല്ലോ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നതുപോലെ അബ്രാഹത്തിന്റെ മകൻ ഇസ്ഹാക്കിന് 2 മക്കളുണ്ടായിരുന്നു. ആരൊക്കെയാ 2 മക്കള്? യാക്കോബും ഏസാവും. അതില് ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? യാക്കോബിന് എത്ര മക്കളുണ്ടായിരുന്നു? 12 മക്കളല്ലേ? അതിലൊരു മകനെ യാക്കോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലോ. എന്റെ പേരെന്തായിരുന്നു? ജോസഫ് അല്ലേ? ജോസഫ് എന്ന മകനെ യാക്കോബിന് ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? ഒത്തിരി ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നെ സഹോദരന്മാർക്ക് ജോസഫ് ഇഷ്ടമായിരുന്നോ? എന്താ കാരണം? ജോസഫ് ഒരു രഹസ്യം പറഞ്ഞപ്പോൾ അവർക്ക് പറഞ്ഞു അതായത് ജോസഫിന് സ്വപ്നം ഉണ്ടായി. ആ സ്വപ്നം ദൈവത്തിന് ജോസഫിന് പ്രത്യേക ഇഷ്ടമുണ്ട്. ഈ മറ്റു ൾ ഉപരിയായിട്ട് ജോസഫിനെയാണ് ദൈവം പ്രത്യേകമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നതൊക്കെയാണ് സ്വപ്നം. പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സഹോദരന്മാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ ജോസഫിനെ എന്ത് ചെയ്തു? അവർ ജോസഫിനെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി പൊട്ടക്കണ്ടി ഇട്ടു. പിന്നെ അവിടുന്ന് ജോസഫിന്റെ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? ജോസഫിന് പിന്നെ അങ്ങോട്ടാ ജോസഫിനെ പോയത്? ഈജിപ്തിലേക്ക്. ജോസഫിനെ ആരെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയത്? ഈജിപ്തിലെ ആൾക്കാരെല്ലാം കൂടെ അതിലേ വന്ന കുറച്ച് വ്യാപാരികളൊക്കെ ഒട്ടകത്തിന്റെ വാലില് ഇങ്ങനെ ഒരു കെയറുണ്ട്. ആ കെയറില് ഇങ്ങനെ കെട്ടിക്കും. ജോസഫിനെ ഒരു അടിമയായിട്ടാണ് ഈജിപ്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന്റെ പ്രത്യേക കൃപയുള്ളത് കൊണ്ട് ജോസഫ് പിന്നീട് ആരായി തീർന്നു? ഈജിപ്തിൽ നേതാവായി തീർന്നു, വലിയൊരു അധികാരിയായി തീർന്നു. അങ്ങനെ ഇരിക്കെ ആ നാട്ടിൽ വലിയൊരു ക്ഷാമം ഉണ്ടായി അല്ലേ? അങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ അങ്ങ് ദൂരെ ഇസ്രായേലില് അവിടെ ക്ഷാമം ഉണ്ടായി. അതായത് നമ്മുടെ ആരൊക്കെയാണ്? യാക്കോബിനും മക്കൾക്കൊന്നും ഭക്ഷണം കിട്ടാതെയായി. അവരാണ്. ഇത് നമ്മൾ വേറെ യാക്കോബിന്റെ മക്കളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ജോസഫിന്റെ സഹോദരന്മാരാണ്. അതായത് ഭക്ഷണം കിട്ടാതെ വിഷമിച്ച് ഭക്ഷണത്തിന് വേണ്ടി വന്നു. അവിടെ വെച്ച് ജോസഫ് തിരിച്ചറിഞ്ഞു. പിന്നെ അവരങ്ങോട്ടും ഇങ്ങോട്ടും നല്ല സ്നേഹബന്ധത്തിലായി. പിന്നെ അവരുടെ അന്നത്തെ ഫറവോ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പോയി നിങ്ങളുടെ അപ്പനെ അമ്മയും കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ യാക്കോബും മക്കളെല്ലാവരും കൂടി ഇവിടേക്ക് വന്ന് നമ്മളെ ഒന്ന് താമസമാക്കി. കുറച്ചു കഴിഞ്ഞപ്പോൾ സംഭവിച്ചു, ഈ രാജാവ് മരിച്ചുപോയി, ജോസഫ് മരിച്ചുപോയി, മരിച്ചുപോയി, എല്ലാരും മരിച്ചുപോയി. ഇവരെല്ലാം മക്കളെ ഉള്ളു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ ഈ ജോസഫിന്റെ ഒക്കെ ഇവരെല്ലാം മക്കളെ, ഈ സഹോദരന്മാരെല്ലാം മക്കളെ. കുറച്ച് ഇവരെല്ലാം ഈജിപ്തുകാരുടെ മക്കൾ വേറെ, ഈ വന്ന ഇസ്രായേൽക്കാരുടെ ഇതെല്ലാം മക്കൾ ഒത്തിരി ഉണ്ടായി. അപ്പൊ ഈജിപ്തുകാർക്ക് ഭയങ്കര പേടി. എന്നാ പേടിക്ക്? ഇസ്രായേൽക്കാരെല്ലാം വളർന്നു വന്ന് നമ്മൾ തോപ്പിച്ചു കളയുമോ? അവർ നടത്തിക്ക് നമ്മളെ ഈ ഇസ്രായേൽക്കാരെല്ലാം പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പൊ നമ്മുടെ ഈജിപ്തുകാർ ഇസ്രായേൽക്കാരെ പീഡിപ്പിക്കാൻ വേണ്ടി തുടങ്ങി. ഒത്തിരിയേറെ പീഡിപ്പിച്ചു. അപ്പൊ ഇസ്രായേൽക്കാർ ഇങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ഒത്തിരിയേറെ നിലവിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് അവർ രക്ഷിക്കാൻ വേണ്ടി ദൈവം ഒരാളെ അയച്ചു. അയാളുടെ പേരെന്തായിരുന്നു? മോശ എന്ന ആളെ ദൈവം പ്രത്യേകം സെലക്ട് ചെയ്ത് ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽക്കാരെ രക്ഷിക്കാൻ വേണ്ടി അയച്ചു. ആ കൂടെ മോശയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താ കുഴപ്പമെന്ന് അറിയാമോ? മോശയ്ക്ക് വിക്കുണ്ടായിരുന്നു. ഉള്ളതുകൊണ്ട് സഹായിക്കാൻ വേണ്ടി അഹ്റോനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മോശ ഇങ്ങനെ ഇസ്രായേൽക്കാരെ നയിച്ച് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് ഒരു മലയുടെ മുകളിൽ എത്തിയപ്പോൾ ദൈവം വിളിച്ച് 10 കൽപ്പന കൊടുത്തു അല്ലേ? ഏത് മല മുകളിൽ വെച്ചായിരുന്നു? സീനായ് മുകളിൽ വെച്ച് എത്ര കൽപ്പന കൊടുത്തത്? 10
10 കൽപ്പനകൾ. നിങ്ങൾക്കറിയാം, ഇപ്പൊ നമ്മൾ കൂട്ടുകാർക്കും അറിയാം, നമുക്ക് അതേ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ 10 കൽപ്പനകൾ കൊടുത്തു. അങ്ങനെ ഈ കൽപ്പനകളൊക്കെ പാലിക്കാൻ വേണ്ടി അവരെല്ലാം മോശ അവരെ ഉപദേശിച്ചുകൊണ്ടിരുന്നു. അങ്ങ് പോയി കുറച്ച് മോശയെ മരിക്കാറായി. മോശയ്ക്ക് മോശ അടുത്തയാളെ സെലക്ട് ചെയ്തു. അയാളുടെ പേരെന്തായിരുന്നു? മോശയ്ക്ക് ശേഷം ആരാണ് ഇസ്രായേൽ നയിച്ചത്? അത് ജോഷുവ ഇങ്ങനെ പിന്നീട് ജോഷുവ നന്നായിട്ട് ഇസ്രായേൽക്കാരെ നയിച്ചു. ജോഷുവ ഇങ്ങനെ മുന്നോട്ട് പോയി ജോഷുവയുടെ സമയം കഴിഞ്ഞു. അടുത്ത ആരാ പിന്നെ നയിച്ചത്? ജോഷുവയ്ക്ക് ശേഷം ആരായിരുന്നു? അതിനുശേഷമോ രാജാക്കന്മാർ നയിച്ചു. ഈ രാജാക്കന്മാരിൽ വളരെ പേരുകേട്ട വലിയൊരു പേരുകേട്ട പ്രദർശനായ ഒരു രാജാവ് ഉണ്ടായിരുന്നു. നല്ല പേരറിയാവോ? ദാവീദ്. ആ ദാവീദാണ് ദൈവം പറഞ്ഞത് എന്റെ ഹൃദയത്തിന് ഇണങ്ങിയവനും ദൈവം പറഞ്ഞ ആളാണ്, അല്ലേ? ബാബാക്ക് ചെയ്തു കേട്ടോ കൂട്ടുകാർക്ക് അറിയാലോ അത്. പക്ഷേ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നേരത്തെ പറഞ്ഞാൽ ഈ പിന്നെ ഈ പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ ഒരു വലിയൊരു മല്ലനെ തോൽപ്പിച്ചല്ലോ നമ്മുടെ ദാവീദ്. ഗോലിയാത്ത്. അങ്ങനെ ഒത്തിരി വലിയ കാര്യങ്ങള് ഇസ്രായേലിന് വേണ്ടി ചെയ്ത മഹാനായ രാജാവായിരുന്നു അദ്ദേഹമാണ്. സംഗീതത്തിനൊക്കെ നമുക്കറിയാം, അല്ലേ? അതിനുശേഷം പിന്നെ രാജാക്കന്മാർക്ക് ശേഷം പിന്നെ ആരാണ് വന്നത്? രാജാക്കന്മാര് പിന്നെ പ്രവാചകന്മാര് അറിയാലോ, ചില പറയാവോ എന്ന് പറഞ്ഞ ഏതാനും പേർ പറയാം. നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ കുറച്ചേറെ പ്രവാചകന്മാർ വന്നു. പിന്നീട് പ്രവാചകന്മാരിൽ കൂടെ എല്ലാം ദൈവം ഇസ്രായേലിനെ നയിച്ചു മുന്നോട്ട്. അങ്ങനെ ഇരിക്കെ നമ്മുടെ ഈശോ പിറക്കാനുള്ള രക്ഷകനായ ഈശോ പിറക്കാനുള്ള സമയമായി. അങ്ങനെ ഇരിക്കെ നസ്രത്തിലുള്ള ഒരു പെൺകുട്ടിയെ ഒരു കന്യകയെ ദൈവം അതിനുവേണ്ടി ദൈവം സെലക്ട് ചെയ്തു. ആ കന്യകയുടെ പേരെന്തായിരുന്നു? പരിശുദ്ധ കന്യകാമറിയം, അല്ലേ അപ്പാ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറഞ്ഞിരുന്നു, അല്ലേ? അതല്ല മാലാഖ എന്താ പറഞ്ഞത്? ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്നല്ല പറഞ്ഞത്. പരിശുദ്ധാത്മാവിന് ഭയങ്കര അഭിഷേകമായിരുന്നു. മാതാവിന്റെ ഭർത്താവിന്റെ പേരെന്തായിരുന്നു? ഭർത്താവിന്റെ പേരോ? ജോസഫ്. ചാടി പറയണ്ടേ? നമ്മുടെ ഇസൈക്കാരല്ലേ ജോസഫ്. അങ്ങനെയായിട്ട് ഗബ്രിയേൽ മാലാഖ വന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ മാതാവ് സമ്മതം കൊടുത്തു. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ ഈശോ കന്യാമറിയത്തിനുള്ളിൽ ഗർഭം ധരിച്ചു. അതിനുശേഷം നമ്മുടെ മുന്നോടിയായി ഈശോയ്ക്ക് മുന്നോടിയായി അതിനു മുമ്പ് ഒരാളെ ദൈവം അയക്കുന്നുണ്ടായിരുന്നു. അയാളുടെ പേരെന്തായിരുന്നു? സ്നാപക യോഹന്നാൻ. സ്നാപക യോഹന്നാന്റെ പപ്പയുടെ മമ്മയുടെ പേരെന്തായിരുന്നു? സക്കറിയ എലിസബത്ത്. ഈ സക്കറിയയുടെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് ഇങ്ങനെ ജനിക്കൂ എന്ന് പറഞ്ഞ സമയത്ത് വിശ്വസിച്ചില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? അപ്പോൾ മാലാഹ പറഞ്ഞു, നീ നിനക്ക് ഇനി ദൈവം പ്രത്യേകിച്ച് പറയുന്ന സമയം വരെ ഇനി നീ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. അതായത് ഇനി പിന്നീട് ഈ മകൻ ജനിച്ചു കഴിഞ്ഞ് പേരിടുന്ന സമയം വരെ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ സംഭവിച്ചു. സക്കറിയ ആരായി തീർന്നു? അപ്പ സബുരാക്ക് പിന്നെ സംസാരിക്കാൻ പറ്റിയില്ല. സക്കറിയ മൂകനായി തീർന്നു, അല്ലേ? അയാൾക്ക് പേരിട്ട അതിന് പിന്നീട് യോഹന്നാന് പേരിട്ട്. ഒത്തിരിയേറെ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തന്നല്ലോ. ഇത് പറയാനുള്ള കൃപയും നമുക്ക് കൊണ്ട് നന്നായിട്ടൊരു പാട്ട് പാടി നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചാലോ? പാടാം ജോബിസ? നന്ദിയോടെ പാടുള്ള പാട്ട് പാടാം. ആദ്യമായിട്ട് നമുക്ക് പാടിക്കോ. നന്ദി അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഈശോയുടെ മുന്നോടിയായി സ്നാപക യോഹന്നാനെ അയക്കുന്നു. എന്നിട്ട് ആ സംഭവം നമ്മൾ പറഞ്ഞു. എലിസബത്തിന്റെയും സക്കറിയയുടെ മകനായിട്ട് ജനിക്കുന്നു. ആദ്യം സക്കറിയ ഇച്ചിരി ഒരു സംശയം കാണിച്ചു. അപ്പൊ ദൈവം പറഞ്ഞു, നീ മൂകനായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞു, അടയാളമായിട്ടാണ്. അങ്ങനെ യോഹന്നാൻ ജനിക്കുന്നു. യോഹന്നാന്റെ പേരെടുത്തുകൂടി വേണ്ടി സക്കറിയയ്ക്ക് സംസാരിക്കാനുള്ള കഴിവ് ലഭിക്കുന്നു. അങ്ങനെ ഈശോ അവിടെ
പരിശുദ്ധ കന്യാമരത്തിന്റെ ഉദരത്തിൽ ഈശോ ജനിച്ചു. പിന്നീട് ഈശോ എവിടെയാണ് ജനിച്ചു വീണത്, അല്ലെങ്കിൽ പരിശുദ്ധ കന്യാമറി ഈശോ എവിടെയാ പ്രസവിച്ചത്, ആ സ്ഥലത്തിന് പേര് അറിയാവോ? സ്ഥലമാ എവിടെയാ പ്രസവിച്ചത്, എവിടെയാ ഈശോ ജനിച്ചത്, ആ സ്ഥലത്തിന് പേര് അറിയാവോ? ബെത്ലഹേം. അവിടെ പോകാനുള്ള കാരണം ഓർക്കുന്നുണ്ടാവും. അഗസ്റ്റസ് സീസർ കൽപ്പന പുറപ്പെടുവിച്ചു, പേര് രചിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ പേര് രചിക്കാൻ വേണ്ടി പോയ സമയത്ത് അവിടെ എല്ലാം ഒത്തിരി വീട് നോക്കിയിട്ട് അവിടെ ഒന്നും വീട് കിട്ടിയില്ല, സത്രമൊന്നും കിട്ടിയില്ല. എവിടെ സ്ഥലം കിട്ടിയത്? ഒരു പുൽക്കൂട്ടിലാണ് അവർക്ക്. അതെ, പശുവിന്റെ ഒക്കെ പിന്നെ ഇത് കൂട്ട് ദേശത്തൊക്കെ ആ സ്ഥലത്താണ് അവിടെയാണ് പോയി ഈശോ. ആ പാവം ഈശോ തീർത്തും ദരിദ്രനായിട്ടാണ് ഈശോ ജനിച്ചത്. ഈശോ ജനിച്ച സമയത്ത് മാലാഖമാര് അക്കാര്യം ആദ്യം ആരെ അറിയിച്ചത്? ആട്ടിടയന്മാരെ പോയി അറിയിച്ചു. എന്താ ആട്ടിടയന്മാരുടെ അടുത്ത് പോയി ആദ്യം എന്താ മാലാഖമാർ പറഞ്ഞത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സമാധാനം. അതിനുശേഷം ആട്ടിടയന്മാർ ഈശോ കാണാൻ മാലാഖമാര് വന്ന് ദൈവത്തെ അല്ലേ പാട്ട് പാടി. ഓക്കെ, അത് കഴിഞ്ഞ് ഈ ആട്ടിടയന്മാരെ കാണാൻ വേണ്ടി പോയി. അതുകൂടാതെ തന്നെ വേറെ പിന്നെ ഏതാനും പേരുകൾ വന്നിരുന്നല്ലോ ഇവിടെ കാണാൻ വേണ്ടിട്ട്. ആരാ വന്നത്? അടുത്ത പേരുണ്ടായിരുന്നു, അവർ 3 പേരുണ്ടായിരുന്നു. അവരുടെ കയ്യിൽ എന്തൊക്കെയോ അവർ ഈശോ ഈ കാഴ്ച വെക്കാൻ വേണ്ടി കൊണ്ടത് എന്തൊക്കെയാ ഉണ്ടെന്ന് അവര്? മീറ, കുന്തിരിക്കം, മീറ, കുന്തിരിക്കം, സ്വർണം. ഓക്കെ, 3. പിന്നെ അതുകൊണ്ട് കാഴ്ച വെച്ചിട്ട് അവർ എന്ത് ചെയ്തു? അവരെന്ത് ചെയ്തു? അവര് കാഴ്ച വെച്ചു. എന്ത് ചെയ്തു അവരോ? അവര് ഇങ്ങനെ കുമ്പിട്ട് ആരാധിച്ചു. കാരണം ആ ജനിച്ചു വീണ ശിശു, ആ ശിശു ദൈവമായിരിക്കും. ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈശോ ദൈവമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈശോ പിറന്ന സമയത്ത് തന്നെ ഈ പൂജാരാജാക്കന്മാർ വന്ന് ഇങ്ങനെ ഈശോയെ കുമ്പിട്ട് ഓർക്കുന്നത്, ഇങ്ങനെ ഈശോയെ കുമ്പിട്ട് ആരാധിക്കുന്ന ഒരു സംഭവം ഉണ്ടേ. അത് കഴിഞ്ഞ് പിന്നീട് ഈശോ ജനിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് ഒരു രാജാവ് ഒത്തിരി പേടിച്ചു പോയി. തന്റെ രാജ്യമെല്ലാം ഈശോ കൊണ്ടുപോകുന്ന ഒരാളെ പേടിച്ചു. ആ രാജാന്റെ പേരെന്തായിരുന്നു? ഹെറോദേസ്. ഈശോയെ ഇല്ലാതാക്കാൻ വേണ്ടി ഹെറോദേസ് എന്താ ചെയ്തത്? ഹെറോദേസ് എങ്ങനെയാണ് പിന്നെ ഈശോയെ കൊല്ലാൻ വേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? ആ നാട്ടിലുള്ള എല്ലാവരെയും കൊല്ലാൻ, ആ നാട്ടിലുള്ള താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും കൊല്ലാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെയുള്ള അവിടെയുള്ള എല്ലാവരെയും ഇങ്ങനെ കൊല്ലുന്നു. അതേസമയം തന്നെ യേശു പിതാവിന് സ്വപ്നത്തിൽ കൂടി ദൈവം ദർശനം കൊടുത്തു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ നമ്മുടെ വീഡിയോ കുറച്ച് ദൈർഘ്യമുള്ളതായിരിക്കുന്നതുകൊണ്ട് ജോപ്പച്ചന് അല്പം ക്ഷീണം വന്നു. ഉറക്കി അല്പം ഉറങ്ങിപ്പോയേ. അതുകൊണ്ട് ഇമ്മാക്കളുടെ ഞാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് തുടരാം അല്ലേ? അതിനുശേഷം ഇതാ ഈശോ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈജിപ്തിലേക്ക് ഒളിച്ചോടി പോകുന്നു. യേശു പിതാവും മാതാവും അല്ലേ? ഏത് നാളായിരുന്നു? എവിടെ തിരിച്ചു വന്നത്? അതേ സ്ഥലം ഏതായിരുന്നു? നസ്രത്ത് അല്ലേ? അതായത് അതുകൊണ്ടാണ് ഈശോ ഹല്ലേലൂയ. അതെ. അതുകൊണ്ട് ഈശോ നസ്രത്തിൽ നിന്നുള്ളവനായിരിക്കുന്നു എന്നാണ് ഈശോ നസ്രായൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ ഈശോ അവിടെ നസ്രത്തിൽ വളർന്നു വരും. യേശു പിതാവും മാതാവും ഈശോയും വളർന്നു വരികയാണ്. 12ാമത്തെ വയസ്സായി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക സംഭവം ഉണ്ടായി. എന്താ സംഭവം ഉണ്ടായത്? 12ാമത്തെ വയസ്സായപ്പോ ഈശോ എങ്ങനെയാ സംഭവം? അവിടെ ദേവാലയത്തില് വലിയ തിരുനാളായിരുന്നു. മാതാവും ഈശോയും യേശുപിതാവും കൂടെ ബലിയർപ്പിക്കാനായിട്ട് തിരുനാളിന് പോയി. എവിടെയാ തിരുനാളിന് പോയെ? തിരുനാളിന് പോയി. അവിടെ എന്താ സംഭവിച്ചേ? അവര് തിരിച്ചു പോകാറായപ്പോള് മാതാവും യേശുപിതാവും തന്നെ അപ്പൊ അവര് നമ്മുടെ ഈശോക്ക് എന്ത് പറ്റി? ഈശോ അവിടെ തന്നെ ആയിപ്പോയി. ഈശോ എന്ത് ചെയ്യായിരുന്നു? ഈശോ അവരോട് സംസാരിക്കുകയും എന്നെ എടുക്കുവാണ് സുഖമായിട്ടിരിക്കുന്നൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ ചോദിച്ചതാണ്. അതോടൊപ്പം തന്നെ സംഭവിച്ച കാര്യതാണ് ഈശോ ഒരു വലിയ ജ്ഞാനിയായ മനുഷ്യനെ പോലെ അവരുടെ ചോദ്യങ്ങൾ ചോദിച്ചു. അവരുടെ ചോദ്യങ്ങൾക്ക് ഈശോക്ക് ഉത്തരം കൊടുത്തു. അങ്ങനെ എനിക്ക് ഈശോയെ കാണാൻ അന്വേഷിച്ചിട്ട് യേശുപിതാവും മാതാവും അന്വേഷിച്ച് വന്ന ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തി. ദേവാലയത്തിൽ വെച്ച് മാതാവ് യേശുപിതാവും ഈശോ കണ്ടു കഴിഞ്ഞപ്പോൾ ഈശോ എന്താ അവിടെ ചോദിച്ചത്?
നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത്? ഞാൻ എന്റെ പിതാവിന്റെ കാര്യങ്ങളിൽ വ്യാപൃതനാകാൻ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നാണ് ഈശോ ചോദിച്ചത്. ഈശോ പറഞ്ഞത് ഞാൻ ഒളിച്ചിരിക്കൊന്നും അല്ലായിരുന്നു, ഞാൻ എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയാണെന്ന് ഈശോ പറഞ്ഞത്. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് ഈശോ അവരുടെ കൂടെ പോയി, ഒരു കുഞ്ഞാടിനെ പോലെ ഈശോ അവരുടെ കൂടെ പോയി, അവിടെ പോയി അവരുടെ കൂടെ അവർക്ക് വിധേയപ്പെട്ട് ഈശോ താമസിച്ചു. പിന്നീട് ഈശോയ്ക്ക് എത്ര വയസ്സുള്ളപ്പോൾ ഈശോ ശുശ്രൂഷ ആരംഭിക്കുന്നത്? 30 വയസ്സാണ് ശുശ്രൂഷ ആരംഭിക്കുന്നത്. നമുക്കറിയാം ഈശോ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ക്രമേണ ഈശോയ്ക്ക് കുറച്ച് ശിഷ്യന്മാരുണ്ടായി. എത്ര അപ്പോസ്തലന്മാരുണ്ടായിരുന്നു ഈശോയ്ക്ക്? 12 അപ്പോസ്തലന്മാരുണ്ടായിരുന്നു. അല്ല, അപ്പോസ്തലന്മാർ ലീഡർ ആരായിരുന്നു? പത്രോസ്ലീഗായിരുന്നു. പത്രോസ്ലീഗായിരുന്നു ലീഡർ. അതിൽ ഈശോ ഒറ്റപ്പെടുത്ത ശിഷ്യന്റെ പേരെന്തായിരുന്നു? യൂദാസ് കറിയോത്ത എന്ന് പറഞ്ഞു. കാരണം വേറെ യൂദാ എന്ന് പറഞ്ഞ ശിഷ്യൻ വേറെ ഉണ്ടായിരുന്നു. പിന്നെ ഈശോ കൂടെ തന്നെ ഉണ്ടായിരുന്നല്ലോ, വേറെ ശിഷ്യനില്ല, അറിയത്തില്ല. 12 പേരുടെ പേര് പറയുമ്പോൾ യൂദാ തദേവൂസ് എന്ന് പറഞ്ഞ ശിഷ്യനല്ലേ? ഈ തദേവൂസിന്റെ പേരാണ് യൂദാ. തദേവൂസിന്റെ പേര് യൂദാ തദേവൂസ് എന്നാണ് പേര്. ഓക്കെ, അങ്ങനെ 2 യൂദാസ്മാരുണ്ടായിരുന്നു. അതിൽ യൂദാസ് കറിയോത്തെയാണ് ഈശോയെ ഒറ്റപ്പെടുത്തത്. ഈശോ ഇങ്ങനെ ശുശ്രൂഷ ചെയ്ത് തന്നപ്പോൾ ഈശോ എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത്? ഈശോ എന്തെല്ലാം ചെയ്തു? ഒത്തിരിയേറെ പാപികളെ ഈശോ മാനസാന്തരപ്പെടുത്തി. 1-2 പാപികളുടെ പേര് ബൈബിളിൽ പറയാമോ? ആരൊക്കെയാന്നുള്ളത്? സക്കേബൂസ്, വിശുദ്ധ മറിയം, പിന്നെ ഓക്കെ നല്ല ഓർമ്മയുണ്ട്. പിന്നെ ഈശോ വേറെ പാപികളെ മാനസാന്തരപ്പെടുത്തി. പിന്നെ എന്ത് ചെയ്തു? പിന്നെ പിശാചുകളെ പുറത്താക്കി. പിന്നെ അതായത് ഒത്തിരി രോഗികളെ ഈശോ സുഖപ്പെടുത്തി. അങ്ങനെ എല്ലാവർക്കും നന്മ ചെയ്തുകൊണ്ട് ഈശോ ഇങ്ങനെ കടന്നു പോയി. ഒത്തിരി വലിയ കാര്യങ്ങൾ ഈശോ ചെയ്തു. അങ്ങനെ ഈശോയുടെ അവസാന സമയം ഇപ്പൊ ഈശോയ്ക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു കുടുംബമുണ്ട്, ഒരു ഫാമിലി ഉണ്ടായിരുന്നു, ഒരു കൂട്ടുകാരുണ്ടായിരുന്നു. പേര് ഓർക്കുന്നുണ്ടോ? എന്നിട്ട് അയാൾ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോയെ ഉയർപ്പിച്ചു. പേരെന്ന് പറയാമോ? ലാസസ് കുടുംബം. ലാസസിന്റെ 2 സഹോദരിമാരുണ്ട്, അവരുടെ പേരറിയാവോ? എന്താ പേരൊക്കെ? മാർത്തായും മറിയം. അത് നല്ല ഓർമ്മയുണ്ടല്ലോ, പരിശുദ്ധാത്മാ ഓർമ്മിച്ചു തന്നല്ലോ. ഹല്ലേലൂയ, ആവേ മരിയ. അങ്ങനെ ലാസറസ് മരിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ വന്ന് 3-ാം ദിവസം ഈശോ കൂടെ ഉയർപ്പിക്കാൻ നമ്മൾ വായിക്കുന്നുണ്ട്. എന്റെ അവസാന പിന്നെ ഈശോയുടെ അവസാന സമയത്തേക്ക് വരുമ്പോൾ ഈശോ പെസഹ ആഘോഷിക്കുകയാണ് അല്ലേ? ഈശോ പെസഹ ആഘോഷിക്കുമ്പോൾ ആ പെസഹ രാത്രിയിൽ ഈശോ ആദ്യം എന്താ ചെയ്തത്? ശിഷ്യന്മാരുടെ കാല് കഴുകി. അപ്പോസ്തലന്മാരുടെ കാല് കഴുകി. അപ്പൊ പത്രോസിന്റെ ഇഷ്ടപ്പെട്ടോ? ഇല്ല. എന്താ പറഞ്ഞേ? നീ എന്റെ കാല് മാത്രമല്ല കഴുകേണ്ട, കയ്യും തലയും മൊത്തം കഴുകാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് ഒരു വരകേട് പോലെ തോന്നി. ഈശോ തല ആരെങ്കിലും കഴുകുമെന്റെ അപ്പ. അതെ, പാവം പത്രോസിനെ അവിടെ അറിയോ? പത്രോസിനെ അവിടെ ഈശോ തൊടുന്ന പോലെ വലിയ കാര്യമല്ലേ? അപ്പൊ ഈശോ മുഴുവൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും വിശുദ്ധി ഉണ്ടാകുന്ന പാവം പത്രോസ്. ഈശോയുടെ സ്നേഹം കാരണം കേട്ടോ. അങ്ങനെ ഇപ്പൊ ഈശോ കഴിയില്ല. ഈശോ പറഞ്ഞു കുളി കഴിഞ്ഞവന്റെ കാല് മാത്രം കഴിയാമെന്നൊക്കെ പറഞ്ഞ് ഈശോ കഴുകിയിട്ട് പോയി. അതിനുശേഷം ഈ കാല് കഴിഞ്ഞ ശേഷം ഈശോ എന്താ പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഈശോ എന്താ ചെയ്തത്? ഈശോ പരിശുദ്ധ കുർബാന, നമ്മുടെ എല്ലാമായ പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ ഈശോ അന്ന് നമുക്ക് എന്താ പൗരോഹിത്യം കൂടി ഈശോ സ്ഥാപിച്ച ദിവസമായിരുന്നത്. എന്നിട്ട് അതാണ് ഞാൻ ചോദിച്ചത്. അന്ന് ഈശോ ഒരു പുതിയ കൽപ്പന കൊടുത്തു. എന്തായിരുന്നു ആ കൽപ്പന? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു. ഹല്ലേലൂയ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അനേകം പേര് പെസഹാ ദിവസം എല്ലാവരും പരിശുദ്ധ കുർബാന സ്ഥാപിച്ച കാര്യവും കാല് കഴുകിയ കാര്യവും എല്ലാവരും ഓർത്തിരിക്കും. പക്ഷേ ഈശോ നൽകിയ പുതിയ കൽപ്പന കാര്യം മാത്രം എല്ലാവരും മറന്നുപോകും. ദൈവമക്കളെ കൃത്യമായിട്ട് ഓർത്തിരുന്നു. ഹല്ലേലൂയ. ഞാൻ പുതിയ ഒരു കൽപ്പന നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതായത് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച ശേഷമാണെന്ന് പറഞ്ഞല്ലേ? ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പരിശുദ്ധ കുർബാനയായി നിങ്ങളെ സ്നേഹിച്ചതുപോലെ എത്രമാത്രം നിങ്ങൾ മറ്റുള്ളവർക്ക് നിങ്ങളെത്ര നൽകിക്കൊണ്ട് നിങ്ങൾ സ്നേഹിക്കണം. അപ്പൊ പരിശുദ്ധ കുർബാനയ്ക്ക് പോകുന്ന ആൾക്കാരെല്ലാം എന്ത് ചെയ്യണം? പരസ്പരം സ്നേഹിക്കുകയും കൂടി വേണം. ഹല്ലേലൂയ. ഈ പെസഹാ രാത്രി ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഈശോ എവിടേക്കാ പോയല്ലോ? എന്തിനുവേണ്ടി ഈശോ ഇടയ്ക്ക് പോയത്? ഈശോന്റെ ഈശോ കൂടെ കൂടെ കൊണ്ടുപോയല്ലോ? ആരൊക്കെയായിരുന്നു കൂടെ കൊണ്ടുപോയത്? പിന്നെ യോഹന്നാന്, യാക്കോബ്. അതന്നെ പത്രോസ്, യോഹന്നാന്, യാക്കോബ്. അവരെ അവിടെ ഇരുത്തിയിട്ട് ഈശോ പ്രാർത്ഥിക്കാനായിട്ട് പോയി.
ഒരു കാര്യം പറഞ്ഞായിരുന്നു. എന്നാ പറഞ്ഞാലോടാ? ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നത് നിങ്ങൾ 8 മണിക്കൂർ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഈശോ അങ്ങോട്ട് പോയപ്പോൾ ഇവരെല്ലാം കൂടെ ഇങ്ങനെ കിടന്ന് ചായ പറഞ്ഞു. അതെ, അവർക്ക് ഭയങ്കര ക്ഷീണമായിരുന്നേ. അവർ പാവങ്ങൾ ഒത്തിരി ക്ഷീണമായിട്ട് ഉറങ്ങി. പക്ഷെ അങ്ങനെ ഉറങ്ങി. ഈശോ വീണ്ടും പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി. ഈശോ ഒന്ന് വിളിച്ചു, വീണ്ടും ഉറങ്ങി. അങ്ങനെ 3 പ്രാവശ്യം സംഭവിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈശോയെ പിടിക്കാൻ വേണ്ടി യൂദാസ് കൊറിയാത്ത കുറച്ച് പേരെ കൊണ്ട് വന്നു. യൂദാസ് വന്ന് ഈശോയെ എങ്ങനെയാണ് ഒറ്റിക്കൊടുത്തത്? ഈശോയെ ചുംബിച്ചു ഒറ്റിക്കൊടുത്തു. അപ്പൊ ഈശോ എന്താ യൂദാസിനോട് പറഞ്ഞത്? നീ എന്തിനാണ് എന്നെ ചുംബിച്ചത്? സ്നേഹിത, നീ എന്തിനാണ് എന്നെ ചുംബിച്ചു ഒറ്റിക്കൊടുത്തത്? ഈശോ എന്നിട്ട് ഈശോയ്ക്ക് എല്ലാവരും സ്നേഹമല്ലേ. ഈശോയെ കൊല്ലാൻ പോകുന്നവരോട് പോലും ഈശോ അവരെ പോലും സ്നേഹിതനായിട്ട് ഈശോ കാണുന്നത്. അത്രമാത്രം സ്നേഹം അത്. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മളെ ആരെങ്കിലും ദ്രോഹിക്കാൻ നമുക്ക് ദേഷ്യമല്ലേ വരുന്നത്? അങ്ങനെ ഉണ്ടാകരുത്. നമ്മൾ ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പീഡിപ്പിക്കുന്നവരെ പോലും നമ്മൾ സ്നേഹിതരായിട്ട് കാണുന്നതാണ് ഈശോ പറയുന്നത്. ഓക്കെ, അപ്പോ ഈ പടയാളികൾ വന്ന് ഈശോയെ പിടിക്കാൻ തുടങ്ങിയ സമയത്ത് പത്രോസ് എന്തൊരു പണി ചെയ്തു? പത്രോസ് എന്താ ചെയ്തത്? ഒരു ചെവി ഇങ്ങനെ ഈ സൈഡിലുള്ള ചെവി വെട്ടി. പത്രോസ് തലക്കിട്ട് വെട്ടിയതായിരിക്കും. അപ്പൊ ഉന്ന തെറ്റി പോയിട്ട് ചെവിക്കിട്ട് കൊണ്ടതായിരിക്കും. അപ്പൊ അയാളുടെ ചെവി പറഞ്ഞു പോയി. അപ്പൊ ഈശോ എന്ത് ചെയ്തു? അല്ല, അങ്ങോട്ട് അപ്പൊ പറഞ്ഞല്ലോ ഉള്ളൂ. അപ്പൊ ആ ചെവി പറഞ്ഞു പോയ സമയത്ത് ഈശോ എന്ത് ചെയ്യുന്നു? ഈശോ അയാളെ ഇങ്ങനെ ചെവി സുഖപ്പെടുത്തി. കണ്ടോ? ഈശോയെ പിടിച്ച് തല്ലാൻ വേണ്ടി വന്ന ആളെ പോലും ഈശോയോടെ സ്നേഹിച്ച് സുഖപ്പെടുത്തിയാണ് ഈശോ അവസാന സമയത്ത് പോലും. പത്രോസ് ഈശോ എന്താ പറഞ്ഞത്? പത്രോസ് വാള് ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ തന്നെ നശിക്കും. എന്നിട്ട് അവസാനം എല്ലാം ഈശോ ഉണ്ടോ എല്ലാം ഇങ്ങനെ എല്ലാം ദേഷ്യപ്പെട്ടു പറഞ്ഞാൽ സ്നേഹപൂർവ്വം പറഞ്ഞത്. കാരണം പത്രോസ് അറിവില്ലായ്മ ഈശോ തിരുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് ഈശോയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ശിഷ്യന്മാരെല്ലാം ഓടി വിളിക്കുന്നു. എന്നിട്ട് ഈശോ അവരെ എവിടേക്കാണ് ഉണ്ടായത്? ആദ്യം കൊണ്ടുപോയത് പിലാത്തോസിലേക്ക് അവിടെ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ പോയി വിചാരണ ചെയ്തു. എന്നിട്ട് പിലാത്തോസ് ഈശോ എന്തൊക്കെയാ ചെയ്തത്? എന്തൊക്കെ ചെയ്യാനാ പറഞ്ഞത്? എന്തൊക്കെ ചെയ്തു പിലാത്തോസ് ഈശോയെ? ചമ്മട്ടി കൊണ്ട് അടുപ്പിച്ചു. മുൾമുടിയൊക്കെ ധരിപ്പിച്ചതിന് ശേഷം ഈശോയെ എവിടേക്കാ പറഞ്ഞു വിട്ടത്? ഹെരോദാസിന്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. എന്നിട്ട് അത് വേറെ ഹെരോദാസ്, 2 ഹെരോദാസന്മാരാണ്. അത് വേറെ ഹെരോദാസ് ആയിരുന്നേ. ഈ ഹെരോദാസും കൊല്ലാൻ നോക്കി. ആ ഹെരോദാസ്, 2 പേരും ഈശോയ്ക്ക് ശത്രുക്കളായിരുന്നു. എന്നിട്ട് ഈ ഹെരോദാസിന് അടുത്ത് ചെന്നപ്പോഴത്തേന് ഹെരോദാസ് എന്താ പറഞ്ഞത്? അതായത് ഈ ഹെരോദാസ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചിരിക്കുക. ഈശോ അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്ന കേട്ടിട്ട് അത്ഭുതം കാണാൻ വേണ്ടിയിരിക്കുകയാണ്. ഈശോ അത്ഭുതം ചെയ്തോ? ഈശോന്റെ കൃത്യമായ ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമേ ഈശോ അത്ഭുതം ചെയ്യത്തുള്ളൂ. എന്നിട്ട് ഹെരോദാസ് വീണ്ടും ആരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചു? പിലാത്തോസ്. അപ്പൊ ഈ അവിടുത്തെ യഹൂദരെല്ലാം എന്നാ പറഞ്ഞ ഒച്ച ഉണ്ടായിക്കൊണ്ടിരുന്നത്? ഈശോ എന്ത് ചെയ്യണം? ഈശോയെ കുറിച്ച് ക്രൂശിക്കുക, ഈശോയെ ക്രൂശിക്കുക എന്ന് പറഞ്ഞെല്ലാം ബഹളം വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവസാനം പിലാത്തോസ് എന്ത് ചെയ്തു? ഈശോയെ കുറിച്ച് തറയ്ക്കാൻ വേണ്ടി പിലാത്തോസ് അങ്ങനെ കൽപ്പന കിട്ടും. അങ്ങനെ ഈശോയെ കുറിച്ച് ചമ്മട്ടി അടിക്കുന്ന നമ്മൾ കണ്ടതല്ലേ? ഒരു എന്താ അടിയല്ലേ അല്ലേ? പാവ ഈശോയെ ചമ്മട്ടി കൊണ്ട് അടിച്ചല്ലേ? എന്തുമാത്രം വേന എടുത്തല്ലേ അല്ലേ? എന്നിട്ട് ഈശോയെ ആ ചമ്മട്ടിയെ കടിയൊക്കെ ആയിട്ട് ഈശോയെ 2 കുരിശ് ചുമപ്പിച്ചുകൊണ്ട് ഇങ്ങനെ എവിടെ ഏത് മലയിലേക്ക് കൊണ്ടുപോയത്? ഗാഗുൽത്താമലയിലെ. എന്നിട്ട് ഈശോ ഇങ്ങനെ നമുക്കറിയാം ഈ കുരിശിന്റെ ഭാരവും ഈ ചമ്മട്ടിയൊക്കെ അടിച്ച് ഈശോ വിഷമിച്ചൊക്കെ വെച്ചാൽ പലപ്രാവശ്യം നടത്തി വീഴുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഈശോയെ സഹായിക്കാൻ വേണ്ടി, ഈശോയുടെ ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ഈശോയെ ജീവികളെ പിടിച്ച് കുരിശി തറയ്ക്കാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചു കുരിശി നോക്കാൻ വേണ്ടി. ആരായിരുന്നത്? ശിമിയോൻ എന്ന് ഒരാളെ ഏൽപ്പിച്ചു. എന്നിട്ട് ഈ ശിമിയോനും കൂടിയൊക്കെ ആയിട്ട് കുരിശ് വരച്ച് എവിടെ എത്തി? ഗാഗുൽത്താമലയുടെ മുകളിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞാൽ അവരെന്ത് ചെയ്തു? അയാളെ വിട്ടിട്ട് ഈശോനെ ആദ്യം തുണി വാസമെല്ലാം മാറ്റിയെടുത്ത് എന്തെന്ത് ചെയ്തു? പിന്നെ ഒറ്റ ചവിട്ടി ഈശോയെ താഴേക്ക് മറിച്ചിട്ട് എന്നിട്ടോ കുരിശിലേക്കായിരുന്നു മറിച്ചിട്ട് എന്നിട്ട് പിന്നെ ശ്രമിച്ചത് പിന്നെ നമ്മുടെ ഇങ്ങനെ കയ്യിലാണി അടിച്ചു. എന്നിട്ടോ പിന്നെ ഈ സൈഡിലെ കാലില് ആണി അടിച്ചു. എന്നിട്ടോ പിന്നെ അവരുടെ കൂടെ 2 കള്ളന്മാരുണ്ടായിരുന്നു. 2 കള്ളന്മാരെ ഇങ്ങനെ ഉണ്ട്. അതിനുശേഷം ഈശോയുടെ കുരിശ് നാട്ടി നിർത്തി അല്ലേ? നിർത്തി. ഈ കുരിശെ കിടന്ന കള്ളന്മാര് കണ്ട് ഈശോയെ എന്ത് ചെയ്തു? കളിയാക്കി, പരിഹസിച്ച് പറഞ്ഞു. എന്നുവെച്ചാൽ അതിലെ ഒരു കള്ളൻ പിന്നീട് മാനസാന്തരപ്പെട്ടു അല്ലേ? അവൻ ഈശോയോട് എന്താ പറഞ്ഞത്?
നീ രാജ്യത്തോട്ട് നിന്റെ രാജ്യത്തോട്ട് നമ്മൾ എന്നെ ഓർക്കണം. ഈശോയെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണം. അപ്പൊ ഈശോ എന്താണ് എന്ത് പറഞ്ഞു? പറഞ്ഞ ഞാൻ ഇന്ന് എന്റെ കൂടെ നീ പർദീസയിലായിരിക്കും. നീ ഇന്ന് എന്റെ കൂടെ പർദീസയിലായിരിക്കും. അതല്ലേ എത്ര മനോഹരമായ കാര്യം അതല്ലേ? ഈശോന്റെ ഭാവം നോക്കി. ഈശോയെ തൊട്ട് മുമ്പ് വരെ ഈശോയെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്ത ആൾക്ക് പോലും ഈശോ ശുദ്ധീകരണ സ്ഥലം പോലും അല്ല, ഈശോ നേരിട്ട് ഈശോ സ്വർഗത്തിലേക്ക് കൊണ്ടാകുന്ന ഈശോ പറഞ്ഞു അല്ലേ? ഓക്കെ. അതിനുശേഷം പിന്നീട് ഈശോ മാതാവിനോടും യോഹന്നാനോടും ഈശോ എന്തൊക്കെയാ പറഞ്ഞു? ആദ്യം പറഞ്ഞ ആരോടാ? മാതാവിനോട്. ആദ്യം പറഞ്ഞ മാതാവ് എന്താ പറഞ്ഞത്? മറിയമേ നിന്റെ സ്ത്രീയെ നിന്റെ മകൻ, അതിനുശേഷം മകനെ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ എന്നുള്ളത് അങ്ങനെ പറഞ്ഞല്ലേ? ശത്രുക്കളോട് വേണ്ടി ഈശോ എന്താ ചെയ്തത്? ശത്രുക്കൾക്ക് വേണ്ടി ഈശോ പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? കർത്താവേ ഇവർ ചെയ്യുന്ന ഇവർക്ക് പോലും അറിയത്തില്ല. പിതാവ് ഇവർ ചെയ്യുന്നതാണ് ഇവരെ പോലും അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണം. അതിനുശേഷം അല്ലെ ഇത്രയൊക്കെ പറഞ്ഞ ശേഷം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എനിക്ക് ദാഹിക്കുന്ന ഈശോ പറയുന്നുണ്ട്. അപ്പൊ അവര് ഒന്നിങ്ങനെ അല്ലെ കൊടുക്കുന്നൊക്കെ ഉണ്ട്. എല്ലാം കഴിഞ്ഞ ഈശോ തലയാഴ്ച ഈശോ കുരിശിൽ കിടന്ന് പിതാവെ അങ്ങനെ കരങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു പറഞ്ഞ ഈശോ എന്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചതൊക്കെ അത് അവരുടെ ഭാഷയിലായി സംസാരിച്ചത്. ഈശോ കുരിശിൽ മരിച്ച സമയത്ത് ചില പ്രത്യേക സംഭവങ്ങളൊക്കെ എന്തൊക്കെയാ സംഭവം നടന്നവിടെ? പാറകളെല്ലാം പൊട്ടിപ്പിളർന്നു, തിരശ്ശീല മുകളിൽ തൊട്ട് താഴെ എന്ന് പറഞ്ഞ എന്റെ കാരണം അറിയാവോ? ഉൽപ്പത്തി പുസ്തകത്തിൽ ആദത്തെയും ഹവ്വായെയും പർദീസയിൽ പുറത്താക്കിയായിരുന്നല്ലോ. അപ്പോഴാണ് അതിന്റെ അവർക്ക് രക്ഷകനെ വാഗ്ദാനം ചെയ്യുന്നു. കാരണം ഇനി ഒരു രക്ഷകനം വന്ന് ഈ പാപങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മാത്രമേ ഇനി പർദീസയ്ക്ക് അകത്ത് കയറത്തുള്ളൂ. അതുകൊണ്ട് അതിന്റെ തെളിവ് അതിന്റെ ഒരു അടയാളം ആയിട്ട് ദേവാലയത്തിലൊക്കെ എപ്പോഴും ഈ പർദീസയ്ക്ക് പുറത്താക്കിയതിന്റെ പ്രതീകമായിട്ട് തിരശ്ശീലയിട്ടിരുന്നു. ഈശോ വന്ന് കുരിശിൽ മരിച്ചു, എല്ലാം രക്ഷിച്ചു എന്നതിന്റെ അടയാളമായിട്ടാണ് പെട്ടെന്നത്. ഈശോ കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇനി ദൈവം മനുഷ്യൻ തമ്മിൽ അകലമൊന്നുമില്ല. ഈശോ വഴി ദൈവം എല്ലാവരെയും ദൈവത്തിലേക്ക് വിളിക്കുവാണ്. എല്ലാവർക്കും ഇനി ദൈവത്തിനടുത്തേക്ക് ചെല്ലാം. അതുകൊണ്ടാണ് രശീലക്ക് പാവം ചെയ്ത വ്യക്തികൾ ഇനി അനുദപിച്ചു കഴിഞ്ഞാൽ ഈശോയെ വിളിച്ച് പാപങ്ങൾ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവായ ദൈവം അവരെല്ലാം ദൈവത്തിലേക്ക് സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുവരും കേട്ടോ. ഓക്കെ. അതിനുശേഷം അങ്ങനെ ഈശോ അവിടെ പാറകൾ പിളരുന്നു, അടുത്ത് കാറ്റും കോളും ഉണ്ടാകുന്നു, തിരശ്ശീല കയറുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഈ കള്ളന്മാരെ വന്ന് പടയാളി എന്തോ ചെയ്തല്ലോ. അതോ ഒരു സൈഡില് ഇങ്ങനെ രണ്ടു കാലം ഓടിച്ചു കളഞ്ഞു. രണ്ട് കള്ളന്മാരെ അവര് മരിച്ചിട്ടില്ലാത്തത് കൊണ്ട് അവരുടെ കാലുകൾ പിടിച്ച് അങ്ങനെ അവരെ മരിച്ചു. അതെന്നാ കുരിശത്തരച്ച ഇവിടെ ഇങ്ങനെ കുരിശത്തരച്ച കാലുകൾ ഇങ്ങനെ ഓടിച്ചു കളയുന്നത്? അല്ലാതെ അവർ കൊല്ലാൻ വേണ്ടിയാണല്ലോ. അവരിപ്പോ മരിക്കാത്തതുകൊണ്ട് പെട്ടെന്ന് മരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ്. പക്ഷെ ഈശോ എടുത്തപ്പോ ഈശോ മരിച്ചു എന്ന് മനസ്സിലായി. അപ്പൊ അവരെന്ത് ചെയ്തു? അവര് ഇവിടെ കൊണ്ട് കുത്തി. അപ്പൊ എന്താ സംഭവിച്ചത്? രക്തവും വെള്ളവും കൂടെ ഒഴുകി വന്ന് ഒരു പടയാളിയുടെ കണ്ണുകൾ അപ്പോൾ ആ പടയാളിക്ക് കാഴ്ച ലഭിച്ചു അല്ലേ? ആ കണ്ണുകാരനെ കാഴ്ചയില്ലാത്ത കലയാളുടെ കണ്ണിലേക്ക് വീണ അയാൾക്ക് കാഴ്ച ലഭിച്ചു. പിന്നീട് ഇവര് പോയി പിലാത്തോസിന്റെ അടുത്ത് പോയി ഈശോയെ അവിടെ സംസ്കരിക്കാനുള്ള അനുവാദം അത് കുറച്ച് ശിഷ്യന്മാരെ കൂടി ആരുടെ കല്ലറയിലേക്ക് അടക്കാനായിട്ടാ തീരുമാനിച്ചവര്. അവിടെ തൊട്ടടുത്ത് ജോസഫ് എന്ന് പറഞ്ഞ അരിമത്യാകാരൻ ജോസഫ് ഈശോ ശിഷ്യനായിരുന്നു. അരിമത്യാകാരൻ ജോസഫ് ഈശോയുടെ ഒരു രഹസ്യ ശിഷ്യനായിരുന്നു. എന്നിട്ട് അവിടെ നടക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആദ്യം എന്ത് ചെയ്തു? ഈശോയെ എന്ത് ചെയ്തു? ഈശോനെ ആദ്യം ചെയ്തത് മാതാവിന്റെ മടിയിൽ കുരിശ് നടക്കിയിട്ട് മാതാവിന്റെ മടിയിൽ കിടത്തി ആണിയെല്ലാം ഒരുമാറ്റം കിടത്തി അവസാനം കൊണ്ടുപോയി ഈ അരിമത്യാക്കാരൻ ജോസഫിന്റെ അല്ലേ കല്ലറയിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചു. അരിമത്യാക്കാരൻ ജോസഫ് ആർക്കും ഉണ്ടാക്കിയ കല്ലറയായിരുന്നു അത്. അത് ജോസഫ് അരിമത്യാക്കാരൻ ജോസഫ് മരിച്ചു കഴിഞ്ഞാൽ അയാളെ അയാൾക്കുണ്ടോ? അയാളിങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കല്ലറയൊക്കെ ഉണ്ടാക്കി വെച്ച് എന്തുകൊണ്ടാ? ഈ ഭൂമിക്ക് ശേഷം ജീവിതമുണ്ട് അങ്ങനെയൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ്. അപ്പൊ സംഭവിച്ചത് നിത്യജീവൻ കൊടുക്കുന്ന ഈശോ തന്നെ അയാളെ കല്ലറയിലേക്ക് വന്ന് അവിടെ കിടന്നു അല്ലേ? എന്നൊരു ഭാഗ്യമല്ലേ? ഹല്ലേലൂയ, ആവേ മരിയ. അതിനുശേഷം അങ്ങനെ നമ്മളിവിടെ ഒരു കല്യാണം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കല്യാണോട്ട് വരുവാൻ നമുക്ക് തന്നെ സന്തോഷമായിരിക്കും. ഈശോ വരുവാണെങ്കിൽ നല്ല കാര്യമായിരുന്നല്ലേ? നല്ല കാര്യമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചു. ഈശോ നമ്മുടെ അടുത്ത് വരും കേട്ടോ. ഓക്കെ. എന്നിട്ട്
ഈശോയെ കല്ലറ സംസ്കരിച്ചു. എന്നിട്ട് അവിടെ എല്ലാം കഴിഞ്ഞ് ഈശോ എത്ര ദിവസമായി ഈശോ ഉയർക്കുന്നത്? ഈശോ സ്വർഗ്ഗത്തിലേക്ക് അല്ലല്ല, ഈശോ ഉയർക്കുന്നത്, മരിച്ചിട്ട് ഈശോ ഉയർക്കുന്ന എത്ര ദിവസമാണ്? 3 ദിവസം അല്ലേ? 3 ദിവസമാണ് ഈശോ ഉയർക്കുന്നത്. അത് രാവിലെ സമയത്ത് ആരൊക്കെയാണ് കല്ലറയുടെ അടുത്തേക്ക് വന്നത്? മറ്റു സ്ത്രീകളും കൂടിയാണ് അവിടേക്ക് വന്നത്. അപ്പൊ ആരെ കണ്ടു? അന്നപ്പോ അവിടെ കല്ലറയിൽ ആളുണ്ടായിരുന്നു? മാലാഖമാരുണ്ടായിരുന്നു. അവര് എന്നത് ഒരു മാലാഹ ഈശോയുടെ തലയുടെ അവിടെയും ഒരു മാലാഹ ഈശോ കാല് വെച്ചതിന്റെ അവിടെ. അതെന്താ പറഞ്ഞത്? ഈശോ എന്തിനാ പറഞ്ഞത്? ഈശോ ഈശോ ഇവിടെ ഇല്ല, ഈശോ ഉയർത്തുമെന്ന് പറഞ്ഞു. തുണി മാത്രമല്ല, ഈശോ അവിടെ തുണിയെല്ലാം നല്ല വൃത്തിയായിട്ട് മടക്കി വെച്ചിട്ട് ഈശോ അവിടെ നിന്ന് ഉയർത്തി പോയി. എന്നിട്ട് മറ്റു സ്ത്രീകളെല്ലാം തിരിച്ചു പോയി. നല്ല തിരിച്ചു പോയോ? ഇല്ല. എന്തിനാ അവിടെ വെയിറ്റ് ചെയ്തേ? ഈശോയെ ഇങ്ങനെ കാണണമെന്നുള്ള ആഗ്രഹത്തോട് വെയിറ്റ് ചെയ്തു. അപ്പൊ ഈശോ വന്നോ? അപ്പൊ ആദ്യം വിചാരിച്ചത് ഇത് തോട്ടക്കാരനാണ്. അപ്പോൾ മദാമറിയ പറഞ്ഞു, നീ എന്തിനാ കരയുന്നേന്ന് പറഞ്ഞു. ഈശോ ചോദിച്ചു, എന്തിനാ കരയുന്ന ചോദിച്ചു. അപ്പോൾ മദാമറിയ പറഞ്ഞു, എന്റെ കർത്താവ് മരിച്ച എവിടെയാണെന്ന് അറിയില്ല. എന്റെ കർത്താവിന് നീ എങ്ങനെയാണ് എടുത്തോണ്ട് പോയെങ്കിൽ എനിക്ക് ഞാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ എന്താ വിളിച്ചത്? മറിയം. അപ്പം എന്താ പറയാ? റബ്ബോനി, ഗുരുവേ എന്ന് വിളിച്ചു. റബ്ബോനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവാന്ന് അർത്ഥം. അതിനുശേഷം സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈശോ പറഞ്ഞു, നീ എന്റെ സഹോദരന്മാരായി അടുത്തേക്ക് പോകുക, ശിഷ്യന്മാരുടെ അടുത്തേക്ക് പോവുക, ഞാൻ ഉയർത്തുമെന്ന് പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് അവർ പോയി. പിന്നെ ഈശോ അവർക്കും പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഈശോ എത്ര ദിവസം ഭൂമിയിൽ താമസിച്ചു? സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് 40 ദിവസം ഈശോ അപ്പോസ്തലന്മാരെ സ്വർഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് വീണ്ടും താമസിച്ചു. 40-ാം ദിവസം ഈശോ ഏത് മലയിൽ നിന്നാണ് സ്വർഗത്തിലേക്ക് ഈശോ പോയത്? വലിയ മലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോയി. ഈശോ പോയി കഴിഞ്ഞപ്പോൾ ആരോ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടല്ലോ. രണ്ട് മാലാഖമാർ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അവരെന്തോ പറഞ്ഞല്ലോ. കുഞ്ഞു മലാഹായിരുന്നു. ഈശോ എഴുതിട്ടല്ലേ? ഈശോ എവിടേക്ക് പോയല്ലേ? ഈശോ സ്വർഗത്തിലേക്ക് പോയതുപോലെ താഴെ ഇങ്ങോട്ട് ഇറങ്ങി വരും. ഈശോ സ്വർഗത്തിലേക്ക് പോകുന്ന നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഈശോ വീണ്ടും വരുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ അപ്പോസ്തലന്മാർ തിരിച്ചു പോന്ന് അവരൊരു സ്ഥലത്ത് വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. മാതാവും ഈ അപ്പോസ്തലന്മാരും കൂടി ഒരു സ്ഥലത്ത് വന്ന് പ്രാർത്ഥന ആരംഭിച്ചു. ആ സ്ഥലത്ത് പേര് അറിയാമോ? സഹീനുടിസാല. അവിടെ തന്നെയാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ച. അവിടെ തന്നെയാണ് ഒരു 10 ദിവസം ഇങ്ങനെ പരിശുദ്ധാത്മാവിന് ദാഹിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ സ്വർഗത്തിൽ നിന്ന് ഒരാളെ അയച്ചു. ആരായിരുന്നു അത്? ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളെ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവിനെ ഈശോ സ്വർഗത്തിൽ നിന്ന് അയച്ചു. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് വന്ന് ഈ അപ്പോസ്തലന്മാരെല്ലാം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അവരെല്ലാം ഒത്തിരിയേറെ കൃപാവരങ്ങൾ കൊണ്ട് നിറഞ്ഞു. പിന്നീട് ഈ പരിശുദ്ധാത്മാവാണ് കത്തോലിക്കാ സഭ ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഈശോ എത്ര സഭകൾ സ്ഥാപിച്ചിട്ടുണ്ട്? ആ സഭയുടെ പേരാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ. ഈ പരിശുദ്ധാത്മാവാണ് സഭയെ നയിക്കുന്നതെങ്കിലും ഈ സഭയ്ക്ക് ഒരു തലവനുണ്ട്, ലീഡറുണ്ട്. ആരാണത്? മാർപ്പാപ്പയാണ്. ഇപ്പോഴത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് അല്ലേ? പക്ഷേ മാർപ്പാപ്പയുടെ പേര് പറഞ്ഞേ. അതെ, ഇപ്പോഴത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതിന് ലോകത്തിന് അവസാനം വരെ ഈ സഭ ഉണ്ടായിരിക്കും. എന്തെല്ലാം കുഴപ്പങ്ങളുണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് ഈ സഭയെ നയിക്കുന്നത് കൊണ്ട് ലോകത്തിന് അവസാനം വരെ ഈ സഭ ഉണ്ടായിരിക്കും അല്ലേ? ഏതാണ്ട് അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികൾ പങ്കുവച്ചല്ലേ? ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങളുമായിട്ട് വരാം അല്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇത് കുറച്ചധികം കാര്യങ്ങൾ ഈ വീഡിയോയിൽ പങ്കുവെക്കുകയുണ്ടായി. കാരണം ഇത് കുറച്ച് മടുത്തെന്ന് തോന്നുന്നു. അത് ദൈർഘ്യമുള്ള വീഡിയോ ആയിരുന്നല്ലോ അത്. പരിശുദ്ധാത്മാവെങ്കിലും മക്കളെ സഹായിച്ചു അല്ലേ? പരിശുദ്ധാത്മാവ് കൃത്യമായിട്ട് നന്ദി പറയാം അല്ലേ? എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും വരും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ പരമാവധി പേരിലേക്ക് കൂടി നിങ്ങൾ ഷെയർ ചെയ്യണം. കാരണം ഇത് ഒത്തിരി പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലായല്ലോ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ഇമ്മാക്കുലർ ജോസിൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം പല വീഡിയോകൾ ഇതിനു മുമ്പ് ഇതിനകത്തുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ഇതുപോലുള്ള പല വീഡിയോകൾ നമ്മൾ ഇനിയും ഞങ്ങൾ കൊണ്ടുവരുന്നതാണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടെ ചെയ്യണം. ഇമ്മാക്കുലറിലേക്ക് പ്രാർത്ഥിക്കണം. ഇമ്മാക്കുലർ ഇനി UKG പോകുന്നു.
ഞാനിപ്പോ ഒരു വർഷം കഴിയുമ്പോൾ എന്റെ സ്കൂൾ തുറക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പഠിക്കാനായിട്ട് സ്കൂൾ ബസ്സിൽ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഇമാക്കുലയുടെ അനുജൻ ജോപ്പച്ചനും പോകുന്നുണ്ട്. ജോപ്പച്ചൻ പ്ലേ സ്കൂളിൽ അല്ലേ? ജോപ്പൻ പ്ലേ സ്കൂളിൽ, ഞാൻ ഗവൺമെന്റ് സ്കൂളിൽ യുകെജിയിലേക്ക് പോവുകയാണ്. നിങ്ങൾ എല്ലാ രീതിയിലും പ്രാർത്ഥിക്കണം. അതോടൊപ്പം IHS മിനിസ്ട്രിക്ക് നിങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചേക്കാം. ഞങ്ങളുടെ ഫാമിലി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഫാമിലി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ. ഒന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാ ദിവസവും പ്രാർത്ഥന ഈശോനെ സ്നേഹിക്കുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാം അല്ലേ? ഈശോ ഞാൻ സ്നേഹിക്കുന്നു. ഈശോ ഞാൻ മുഴുവനായി അങ്ങയുടേതാണ്. എന്നെ വിശുദ്ധനാക്കണമേ. എന്നെ സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകണമേ. ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. ഇനി നമുക്ക് ഈശോയെ കിട്ടുമ്പോൾ ചക്കരമ നോക്കണ്ടേ? കൂട്ടുകാർ പറ. നമുക്ക് കിട്ടുപക്ഷേ ഈശോയ്ക്ക് ചക്കരമ്മ കൊടുത്താലോ? എല്ലാവരും കെട്ടിപ്പിടിച്ചേ. കെട്ടിപ്പിടിച്ചല്ലേ? ഓക്കെ. ഈശോയ്ക്ക് ചക്കരയുമ്മ, മാതാവിന് ചക്കരയുമ്മ, യേശുപിതാവിന് ചക്കരയുമ്മ, വിഷ്ണു ചക്കരയുമ്മ, മലക്കമാർക്ക് ചക്കരയുമ്മ, ചക്കരയുമ്മ, ഗംഗാർക്കും വിഷ്ണുർക്ക് ചക്കരയുമ്മ. ഹല്ലേലൂയ. കൂട്ടുകാരെ ടാറ്റാ. God bless you. ചക്കരയുമ്മ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആവേ മരിയ. ആവേ